എല്ലാവർക്കും എൻ്റെ സ്നേഹസലാം. ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സർജറി കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പരിഹസിച്ചിട്ടുണ്ടായിരുന്നു, കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല, ജാസി സ്ത്രീവേഷം കെട്ടി നടക്കുക ചെയ്യുള്ളൂ എന്നൊക്കെ. ഇതിന് വലിയൊരു തെളിവ് എനിക്കിനി പറയാനില്ല. ഞാൻ ഒരു സ്ത്രീയായി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അതുകൂടാണ്ട് എന്നെ ഒരുപാട് സ്നേഹിച്ച വിഷേഴ്സ് ഉണ്ട്, എന്നെ സഹായിച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ഞാനും പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സർജറി പേടിയാണെന്ന്. പക്ഷേ ഈ കളിയാക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും എല്ലാവരും നാക്കിൻ്റെ വാളിനേക്കാൾ മൂർച്ച ഒരിക്കലും ഡോക്ടർ എൻ്റെ മേത്ത് വെച്ച കത്തിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇതിന് വലിയൊരു തെളിവ് എനിക്ക് നിങ്ങളോട് ഇനി പറയാനില്ല. ഞാനൊരു സ്ത്രീയാണ് എന്ന് ഇനി പ്രൂവ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല. കാരണം ഞാനൊരു സ്ത്രീയായി മാറിക്കഴിഞ്ഞു. അത്രമേൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഞാനൊരു സ്ത്രീ ആവണമെന്ന്. കാരണം ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഞാനൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ മനസ്സാക്ഷിക്ക് തോന്നുന്ന രീതിയിലുള്ള സർജറികൾ ഞാൻ ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ നല്ലവരായ മനുഷ്യന്മാരോടും എനിക്ക്. അപ്പം എല്ലാവരും കേട്ടില്ലേ? ജാസി പെണ്ണായ വിവരം ജാസി തന്നെ പറയുന്നു. ജാസി തന്നെയാണ് എല്ലാ കാര്യവും പറയുന്നത്. അപ്പൊ ജാസി പെണ്ണായിരിക്കണം മക്കളെ. അപ്പൊ ഇനി ജാസിന് ആണാണെന്ന് വിചാരിക്കേണ്ട, അങ്ങനെ ആരും മാറി നിൽക്കേണ്ട. ഇനി കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ കെട്ടിപ്പിടിക്കുക, ധൈര്യമായിട്ട്. ഇതുവരെ കെട്ടിപ്പിടിച്ചിരുന്നവരൊക്കെ ഇപ്പോഴും മനസ്സിലാക്കിയില്ലേ അന്ന് പെണ്ണല്ലാന്ന്. അത് പോട്ടെ, സംഭവമൊക്കെ. അപ്പോ 5 മാസം 6 മാസം ഒക്കെ ആയതിനു ശേഷമാണ് ഇപ്പോ പെണ്ണായിട്ടുള്ളത്. അപ്പൊ അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? ആണായപ്പോ ഗർഭിണനായി എന്നതിന് ശേഷമാണ് പെണ്ണാവുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പാത്രം മാറ്റിക്കണടാ. സംഭവം ശരി, പെണ്ണാവാൻ പൂതിയായി, പെണ്ണായിക്കോ, ആവണ്ടാതാക്കണം എന്ന് പറഞ്ഞ് നിന്റെ ക്യാഷ്, നിന്റെ ശരീരം, നിന്റെ ഇഷ്ടം ഒക്കെ ഓക്കെ. പക്ഷെ ഈ നാട്ടുകാരെ പറ്റിക്കലും പരിഹസിക്കലും ദുനിയാവിന്റെ മുന്നിൽ ഇതെല്ലാം കാട്ടിക്കൂട്ടണ ഒരു കോപ്രായങ്ങളുണ്ടല്ലോ, ആ കോപ്രായങ്ങൾക്ക് നാളെ റബ്ബിന്റെ മുന്നിൽ നീ തീർച്ചയായിട്ടും മറുപടി പറയേണ്ടി വരും. പിന്നെ ഇത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അമ്മ ആവാന്നുള്ളത്, കേട്ടോ. അതൊക്കെ എന്ന് പറഞ്ഞാല് അതിന് ഓരോരുത്തർക്ക് അർഹതപ്പെട്ടവർക്ക് അതിൻ്റെതായ ഒരു റബ്ബ് കൊടുക്കും. കുറച്ച് പണിയുള്ള കാര്യമാണ് ഗർഭിണി ആവുക എന്നുള്ളതും. ഗർഭിണി ആയാൽ അതിങ്ങനെ നമ്മൾ ജീവിക്കാന്നുള്ളതും, പിന്നെ മക്കളെ പ്രസവിക്കുക എന്നുള്ളതൊക്കെ നിസ്സാരമായിട്ട് നീ കളിക്കണമെന്ന് റീൽസ് നടക്കുന്നില്ല. അത് അതിൻ്റെതായ ചിട്ടവട്ടങ്ങൾക്കുള്ളിലുള്ളതാണ്. അതിൻ്റെതായ റിസ്കും ഉണ്ട്, അതിൻ്റെതായ പവിത്രതയുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല നീ പെണ്ണാണ്, പെണ്ണിന്റെ വേഷം അങ്ങനെ പറയുന്നവരുണ്ട്, ഇല്ല എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ആൾക്കാർക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ കാണുന്നത് കൊണ്ട് അവരങ്ങനെ പറയുന്നത് മാത്രം, അല്ലാതെ വേറെ ഒന്നില്ല. നീയാണ് ഇത് പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്നിരുന്നത്, അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇത് പറയാൻ തോന്നുന്നത്, വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ, കേട്ടോ. അപ്പോ ഇനി പ്രസവിക്കും. അപ്പൊ ഇതുവരെ ഇപ്പൊ കിടക്കുന്ന സമയത്തും ഇതിന്റെ ഇടയിൽ കുറെ റീൽസുകൾ വന്നു. ആ സമയത്തൊന്നും ഗർഭണം ഇല്ല, ഗർഭം മാറ്റി എടുത്തു വെച്ചിട്ടാണ് ആ ഡാൻസും കളിയും ഓപ്പനയൊക്കെ കളിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഇതാ ഡൗൺ സർജറി ചെയ്ത് പെണ്ണായിരിക്കുന്നു എന്നാണ് പറയുന്നത്. നീ അതിനു വേണ്ടി മാറ്റി കിടന്നിട്ട് അഭിനയിച്ചാണോ എന്ന് പറയാൻ പറ്റില്ല. നീ അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരനെ എന്തെന്ന് പറയാ, അതെടുത്തിട്ട് കെട്ടിവെക്കും. എന്നതിന് ശേഷം പ്രഗ്നന്റ് ആണെന്ന് പറയും. ഇത് മറ്റുള്ളവരെ കോമാളിയാക്കുക. പക്ഷെ ജനങ്ങളെ കോമാളിയാക്കുന്നതിലും അപ്പുറം നീയാണ് കോമാളിയാവുന്നത്. അത് നിനക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ നിനക്ക് വ്യൂ കൂടിയേക്കാരും കുറെ ക്യാഷ് കിട്ടിയേക്കാരും അതുകൊണ്ട് നീ ജീവിച്ചു പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ നീ വെറും കോമാളിയാണ്, പക്ക കോമാളിയാണെന്ന് കൂടെ നീ മനസ്സിലാക്കണം. നമുക്ക് തന്നിട്ടുള്ള, അള്ളാഹു തന്നിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ച് അതിൻ്റെതായ പവിത്രയിൽ ജീവിക്കാൻ പഠിക്കണം, കേട്ടോ.
അതാണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ എന്നെ പെണ്ണാക്കി എന്തിനാ പടച്ച് എനിക്ക് ആണാകാൻ പറ്റും, ഇത്ര പൈസ കൊടുത്താൽ ആണാകാൻ പറ്റും എന്ന് പറഞ്ഞാലും നടക്കില്ല. അതുപോലെ തന്നെ എന്നെ ആണാക്കി എന്തിനാ പടച്ചത്, എനിക്ക് പെണ്ണാവാൻ പറ്റും എന്ന് പറഞ്ഞാലും നടക്കില്ല. അതൊക്കെ തോന്നലാണ്, അത് ലോകം അംഗീകരിക്കൂല. നിനക്ക് നിന്റെ മനസ്സമാധാനത്തിന് നീ ഇത്രയും ക്യാഷ് കളഞ്ഞിട്ട് നടക്കുന്നതാണ്. പക്ഷെ അതിന്റെയൊക്കെ എന്താ പറയാ, അതിനൊക്കെ ലാസ്റ്റ് വരുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് അത് അവസാനം തന്നെ കണ്ടറിയാം. നായായിട്ടോ കാക്കായിട്ടോ പൂച്ചയായിട്ടോ നരിയായിട്ടോ ഒന്നും പടച്ചില്ലല്ലോ. ഏറ്റവും നല്ല ഉത്തമനായ ഒരു മനുഷ്യനായിട്ട് തന്നെയല്ലേ റബ്ബ് പടച്ചത്, റബ്ബ് ഇഷ്ടപ്പെടുന്നതിൽ. അതിന് തൃപ്തി വരാതെ നീ കിടന്ന് നെട്ടോട്ടം ഓടിയിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ പരാജയപ്പെടുന്ന നീ മാത്രമാണ്, മറ്റുള്ളവർ ആരുമില്ല. പടച്ചറബ് ഒരിക്കലും പരാജയപ്പെടില്ല. നിന്നെ എന്താണ് എങ്ങനെയാണ് നിന്നെ ദുനിയാവിലേക്ക് അയക്കേണ്ടതെന്ന് വ്യക്തമായ തീരുമാനമുള്ള ആളാണ് റബ്ബ്, അല്ലെ? അവൻ അയച്ചിട്ടുണ്ടെങ്കിൽ അത് ആ രീതിക്കനുസരിച്ച് നിനക്ക് ജീവിക്കാനുള്ള അർഹതയുണ്ട്. അതിന് മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു കാര്യമില്ല. എന്തോരം കോമാളിത്തരാണ് കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ പൈസക്ക് വേണ്ടിയിട്ടോ വ്യൂവിന് വേണ്ടിയിട്ടോ. സ്വന്തം ഇഷ്ടത്തിനാണെങ്കിൽ ദുനിയാവിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയാം. ഞാനിതിങ്ങനെ കണ്ടപ്പോഴേ കുറച്ചെങ്കിലും പറയാം, ഇങ്ങനെ തോന്നിയപ്പോ പറഞ്ഞു. അപ്പൊ ഓക്കെ, ചായ കുടിക്കട്ടെ കേട്ടോ, കടയിൽ പോവാൻ നേരമായി.